Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തനി നാടൻ ഐറ്റമാണ് കേട്ടോ. കപ്പയും മീൻകറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻകറിയും കിട്ടിയാൽ കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കപ്പയും മീൻകറി നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനാണെങ്കിലോ അടിപൊളി ടേസ്റ്റും. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയും പിന്നെ കപ്പയും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കപ്പയും മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടും ക്ലീൻ ആക്കി എടുക്കണം. അപ്പം ഞാൻ ആദ്യം മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ മീനൊക്കെ ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കപ്പൻ്റെ കൂടെയൊക്കെ മത്തിക്കറി ആണെങ്കിലേ ഒന്നുകൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ആ മീനൊക്കെ ക്ലീൻ ആക്കി എടുത്തു. അപ്പം ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അധികം തന്നെ ചെറിയുള്ളി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. അപ്പം ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം. മൺചട്ടിയിലാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കുമ്പം നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ അതാ നമ്മുടെ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ നമ്മൾ ചെറിയുള്ളി മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 20 ചെറിയുള്ളി ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും പിന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ആ ചെറിയുള്ളി മസാലപ്പൊടികളും കൂടെ ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ എണ്ണയിൽ മൂത്ത് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും. അപ്പം ആ ഒരു സമയം വരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് നമ്മുടെ കറീൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഇതാ പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന തക്കാളി വലുതൊക്കെ ആണെങ്കിൽ അത് മുഴുവനായിട്ട് പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ എടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പം ഒരുപാട് തക്കാളിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതാ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് പിഴിഞ്ഞെടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതല്ലേ, അപ്പം ആ ഒരു പുളിവെള്ളമൊക്കെ ഒന്ന് ഇത് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഇതാ 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറിയുള്ളി മസാലപ്പൊടികളൊക്കെ ക്രഷ് ചെയ്തെടുത്ത് ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെള്ളം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് ഒരുപാട് ലൂസാക്കിയാൽ മീൻകറി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പം കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഉപ്പ് നമ്മൾ ഇതുവരെ തീരെ ചേർത്തിട്ടില്ല. കപ്പൻ്റെ കൂടെ സെർവ് ചെയ്യാനായതുകൊണ്ട് തന്നെ ഉപ്പ് ചോറിലേക്ക് ഉണ്ടാക്കുന്ന മീൻ കറീൻ്റെ അത്ര ആവശ്യമില്ല കേട്ടോ. ചോറിലേക്കാകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഇതിപ്പം കപ്പയിലും ഉപ്പിട്ട് വേവിക്കണോണ്ട് തന്നെ അത്രത്തോളം ഉപ്പ് ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ലൂസാക്കിയാൽ മീൻ കറി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നോക്കിയിട്ട് പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് മീൻ വേവിച്ചെടുക്കുക. അപ്പം ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മീൻ വെന്താൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതാ കുറച്ച് സമയമായിട്ടോ. മത്തി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുമല്ലോ. അപ്പം എന്താ തുറന്ന് നോക്കുമ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരുപാടിട്ട് മിക്സ് ആക്കണില്ല കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഉടയും. പിന്നെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഇതാ മീൻ കറി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറായി വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരുപാട് അങ്ങനെ മിക്സ് ആക്കണമൊന്നുമില്ല കേട്ടോ. അത് മീൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് മീൻ കറി അവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 3 കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇത് നമുക്ക് പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളത് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുക്കുമല്ലോ. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പിലൊന്നും ഒരു കാര്യമല്ല. ഇപ്പോൾ ഇതാ കപ്പ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ കേട്ടോ, തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല, പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പം കപ്പൻ്റെ ഒരു പകുതി ഭാഗത്തോളമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 2 വിസിലൊക്കെ അടിച്ചിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ, കപ്പ എന്തായി എന്നുള്ളത്. അപ്പോൾ നമ്മളിതിന്ന് ഒരു കഷ്ണം എടുത്ത് നോക്കിയപ്പോൾ തന്നെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് എല്ലാതും ഉടച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് തുറന്ന് നോക്കിയിട്ട് അതിന് ഒരു പീസ് എടുത്ത് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അടച്ചിട്ട് 1 വിസിലോ 2 വിസിലോ ഒക്കെ അടുപ്പിക്കേണ്ടി വരും. ഓരോ കപ്പൻ്റെയും വേവ് വ്യത്യസ്തമായിരിക്കുമല്ലോ, അപ്പം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എടുത്ത ഈ ഒരു കപ്പ 2 വിസിലിന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കപ്പ മുഴുവനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം കപ്പ മുഴുവനായിട്ട് ഉടച്ചെടുത്താൽ പിന്നെ ഇനി നമുക്കത് അവസാനമായിട്ട് ഒന്ന് വറവിട്ടെടുക്കണം. വറവിടാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം ഒരു 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പാനിൻ്റെ ചൂടിൽ നിന്നിട്ട് തന്നെ ഒരു കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. അപ്പോൾ ആ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ മൂത്താൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ കപ്പയൊക്കെ നന്നായിട്ട് വറവിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പം വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കപ്പയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് കൂടെ തന്നെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ കറിയും ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. മീൻകറി ഇപ്പോൾ നല്ല ചൂടോടെയാണ് കേട്ടോ. അതാണ് ഒന്നിങ്ങനെ ലൂസായിട്ടുള്ള പോലെ തോന്നുന്നത്. ഇപ്പം ഒന്ന് ചൂടാറി വരുമ്പോൾ കറി നന്നായിട്ട് തിക്കായിട്ട് വരും. അങ്ങനെ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പയും മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മീൻകറി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതൽ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക്